നേഴ്സുമാരുടെ ഇപ്പോഴത്തെ ദുരവസ്ഥയുടെ കാരണം ഇവിടുത്തെ ആശുപത്രി മുതലാളിമാരാണ്. ഒരുപക്ഷെ ലോകത്ത് ഇത്രയധികം സ്വകാര്യ ആശുപത്രികളുള്ള ഒരു പ്രവിശ്യ ഉണ്ടാവില്ല. കേരളത്തിന്റെ ഓരോ ടൗണിലും ഓരോ മുക്കിനും മൂലയിലും മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളാണ്. ഇന്ത്യയിൽ മറ്റൊരിടത്തും ഈ കാഴ്ചയില്ല. എല്ലാ വൻകിട നഗരങ്ങളിലും പഞ്ചനക്ഷത്ര ആശുപത്രി സമുച്ചയങ്ങൾ പൊങ്ങിക്കൊണ്ടേയിരിക്കുന്നു. കേരളത്തിലെ ഏറ്റവും കുറഞ്ഞത് ഒരു 100-150 ടൗണുകളിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികൾ കാണും. അത്രയേറെ വലിയ ബിസിനസ്സാണ് കേരളത്തിലെ ചികിത്സാ രംഗം. സ്വാഭാവികമായും ഇവിടെയെല്ലാം ആവശ്യമുള്ളത് നഴ്സുമാരാണ്. ഇവർക്കെല്ലാം ലാഭവുമുണ്ട്. നിർഭാഗ്യവശാൽ ഈ ആശുപത്രി മുതലാളിമാർക്ക് നഴ്സുമാർക്ക് ശമ്പളം കൊടുക്കാൻ താല്പര്യമില്ല. ജാസ്മിൻ ഷാ എന്ന് പറയുന്ന മലപ്പുറത്തെ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ വഴിതെറ്റി നഴ്സ് ആകുന്നത് വരെ ഇവിടുത്തെ നഴ്സുമാർക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ജാസ്മിൻ നഴ്സുമാരെ സംഘടിപ്പിച്ച് UNA എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ടാക്കി അവരുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടത്തിയപ്പോൾ ആശുപത്രി മുതലാളിമാർക്ക് മുട്ടുവളയ്ക്കേണ്ടി വന്നു. ഇന്ന് ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ ഒരാൾ ജോലിക്ക് കയറിയാൽ മിനിമം ശമ്പളം 20,000 രൂപ കിട്ടും.